തുടങ്ങിയതാണ്. ബഹുമാനപ്പെട്ട മാലിക് ഇമാം എഴുതി വെക്കുന്നു, ആ മയ്യത്ത് ഇങ്ങനെ കയ്യത്ത് കട്ടിലിൽ കൊണ്ടുവയ്ക്കപ്പെട്ട് സ്വഹാബത്ത് ഉൾക്കൊള്ളുന്ന ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ കഴുത്തിന്റെ ഭാഗത്ത് അനക്കമുണ്ടെന്ന് സ്വഹാബികൾപ്പെട്ട ചിലർക്ക് തോന്നി. നിസ്കാരം കഴിഞ്ഞ സമയത്ത് പലരും പറഞ്ഞു, അല്ലാഹ്, ഈ മയ്യത്തിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്, ഇതൊന്ന് അഴിച്ചേ പറ്റൂ. മയ്യത്തിന്റെ കഫംപട അഴിച്ച് പരിശോധിക്കണമെന്ന് നിർബന്ധിക്കുകയാ. നേരത്തെ ഇങ്ങനത്തെ ഒരു സംഭവമില്ലാത്തതാ. മഹാന്മാരായ സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തലക്കുമീതെ കെട്ടിയ കെട്ടടിച്ചിട്ട് ഓരോ തുണിയും നീക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, മുഖം മുഴുവനും പഞ്ഞി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയോ. കണ്ണിൽ പഞ്ഞി, മൂക്കിൽ പഞ്ഞി വെക്കുമല്ലോ, വായിൽ പഞ്ഞി വെക്കുമല്ലോ, ന്റെ അവയവങ്ങൾ മുഴുവനും പഞ്ഞി വെക്കുമല്ലോ. ഈ പഞ്ഞിക്കെട്ട് മുഴുവനും നീക്കിയിട്ട് തുണി നീക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ശക്തമായിരിക്കുന്ന ഒരു മൂർഖൻ പാമ്പ്, ഒരു പാമ്പ് ഈ മയ്യത്തിന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അത് പത്തി വിടർത്തിയിട്ട് ഇതിന്റെ കവിളിൽ വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് പത്തി വിടർത്തിയിട്ട് നെറ്റിയിൽ ഇങ്ങനെ കൊത്തുന്നുണ്ട്. സ്വഹാബത്തിന് അത്ഭുതപ്പെട്ടു, ഇതെന്തു കഥയാ, ഞങ്ങൾ മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് കണ്ടിട്ടില്ല, കഫൻ ചെയ്ത സമയത്തും കണ്ടിട്ടില്ല, എപ്പോഴാണ് പാമ്പകത്ത് കയറിയതെന്നറിയില്ല. മഹാന്മാരായ സ്വഹാബത്ത് അബൂ സഅലബത്തുൽ ഖുശനി തങ്ങളെ പോലുള്ള സ്വഹാബികളൊക്കെ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഹബീബ് മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട്, വീടിലോ പരിസരങ്ങളിലൊക്കെ പാമ്പ് കണ്ടാ പെട്ടെന്ന് നിങ്ങൾ കൊന്നുകളയരുത്. 1, 2, 3 തവണ അതിന് പാട്ടിന് പോകാൻ വേണ്ടി നിങ്ങൾ പറയണം. ബഹുമാനപ്പെട്ട നൂഹ് നബിയുമായിട്ടുള്ള കരാറ് കൊണ്ട് സുലൈമാൻ നബി തമ്മിലുള്ള കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാതെ നീ വിട്ടു നിൽക്കണമെന്ന് പറയണം. 1, 2, 3 തവണ പറഞ്ഞിട്ട് പോകുന്നില്ലെങ്കിൽ കൊന്നുകളയണം. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞിട്ട് പാമ്പിന് കൂസലില്ല. ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഈ മയ്യത്തിന്റെ കഴുത്ത് മുറുക്കുകയാ, നെറ്റിയിൽ കൊത്തുകയാ. ഈന്തപ്പന മട്ടൽ കൊണ്ടുവന്ന് സ്വഹാബത്ത് തല്ലിക്കൊല്ലാൻ ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് തല്ലാൻ ഒരുങ്ങുമ്പോ ഈ സർപ്പമങ്ങ് പത്തി വിടർത്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്വഹാബത്തിന് അത്ഭുതമില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 30,000 അത്ഭുതങ്ങൾ കണ്ട സ്വഹാബികളാ. ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ട സ്വഹാബികളാ. ഈന്തപ്പന നടക്കുന്നത് കണ്ട സ്വഹാബികളാ. അല്ലാഹ്, മാൻപേട പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നത് കേട്ട സ്വഹാബികളോ, ഒട്ടകത്തിന്റെ പ്രഭാഷണം കേട്ട സ്വഹാബികളോ, ഈന്തപ്പന മുട്ടി വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ട് സങ്കടം പറഞ്ഞത് കേട്ട സ്വഹാബികളോ, അവർക്ക് അത്ഭുതമല്ല. ആഖിർ സമാനിലെ മക്കളെ, കെട്ടുകഥകളല്ല, വാറോലകളല്ല. ബഹുമാനപ്പെട്ട മാലിക് ഇമാം എഴുതുകയാണ്, ആ സർപ്പം എഴുന്നേറ്റ് പറഞ്ഞതെന്താണ്? അല്ലാഹ് അല്ലാഹ്, ഹബീബ് മരിച്ചിട്ട് 1 പതിറ്റാണ്ട് പോലും തികഞ്ഞില്ലല്ലോ, മറന്നുപോയോ? ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിലെ ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, അവന്റെ നിസ്കാരങ്ങള്, നോമ്പുകള്, ദാനധർമ്മങ്ങള്, ഒരു സുന്ദരനായ മനുഷ്യനായിട്ട് തന്റെ ഖബറിൽ ഹാജരാക്കപ്പെടുമെന്ന് ഹബീബ് പഠിപ്പിച്ചില്ലേ? അതേപോലെ തന്നെ ഒരാൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങള്, താൻ ചെയ്യുന്ന തിന്മകള്, ഹറാമുകള്, കുറ്റകൃത്യങ്ങള്, ക്ഷുദ്രജീവികളായി തന്റെ ഖബറിലുണ്ടാകുമെന്ന് ഹബീബ് പഠിപ്പിച്ചതാ. ഇവനെ വിട്ട് പിരിയാൻ കഴിയൂല, പുറത്തുനിന്ന് വന്നതല്ല, ഇറങ്ങുകയില്ല. പ്രവർത്തനങ്ങളോ, കുറ്റകൃത്യങ്ങളോ, ചെയ്ത തിന്മകളോ പിരിയാൻ പറ്റൂല. ആ വേണമെങ്കിൽ സ്വഹാബ മയ്യത്ത് കഫൻ ചെയ്തിട്ട് മറവ് ചെയ്തോ.
സമാനിലെ മക്കളെ സർപ്പം പറയുന്നു മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ 99 സർപ്പങ്ങൾ ഉണ്ടാകുമെന്ന് സുല്ലിത ഫീ ഖബരി 99 തന്നീന 99 സർപ്പങ്ങളാ അതിലൊന്നാണ് ഞാനെന്ന് കരുതിക്കൂടെ 3 വിഭാഗം ആളുകളെ ഖബറിൽ കൂടെ കിടക്കാൻ അവരെ കഴുത്ത് പിടിച്ചു മെരുക്കാൻ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകുന്നതാ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നത് ഈ ക്രിസ്ത്യാനികളെയല്ല ജൂതന്മാരെയല്ല ഇതര മതത്തിൽപ്പെട്ടവരെയല്ല ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി മദീനത്തിൽ ഇസ്ലാമിക ഭരണം നടത്തുന്ന കാലത്ത് അവിടെ ജൂതന്മാരുണ്ട് അവിടെ ക്രിസ്ത്യാനികളുണ്ട് പല മതത്തിൽപ്പെട്ടവരുണ്ട് അഗ്നി ആരാധകരുണ്ട് മുസ്ലിമീങ്ങൾ മാത്രമേ ഇവിടെ ജീവിക്കാവൂ എന്ന് ഇസ്ലാം മതത്തിലില്ല ഇസ്ലാം മതത്തിൽ ഭീകരവാദമില്ല തീവ്രവാദമില്ല നിസ്കരിക്കാത്തവര് നാട്ടിൽ നിന്നുകൂടാന്നില്ല നോമ്പെടുക്കാത്തവര് നിന്നുകൂടാന്നില്ല ഓരോരുത്തർക്കും അവനവന്റെ മതമനുസരിച്ച് പ്രവർത്തിക്കുവാനൊക്കെ മദീന എന്ന മുത്തുനബിയുടെ രാഷ്ട്രം അവിടെ സൗകര്യപ്പെടുത്തി കൊടുത്തതാ അതുകൊണ്ട് തന്നെ അന്നവിടെ മദീനത്ത് പള്ളിയിൽ വാങ്ങി വിളിക്കുമ്പോ നിസ്കരിക്കാത്ത ജൂതന്മാർക്ക് പ്രശ്നങ്ങളില്ല നിസ്കരിക്കാത്ത ക്രിസ്ത്യാനികൾക്ക് പ്രശ്നങ്ങളില്ല നിസ്കരിക്കാത്ത അജ്ഞാരാധകർക്ക് പ്രശ്നങ്ങളില്ല ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്ന മതമല്ല ഓരോരുത്തർക്കും അവനവന്റെ മതവും അവനവന്റെ ആശയവും മാതൃമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന മതമോ ഹബീബിന്റെ വഫാത്ത് സമയത്ത് പോലും അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ മദീനയിൽ താമസിച്ചിരുന്നതാ അതേ സമയത്ത് പള്ളിയിൽ നിന്ന് വിളിക്കപ്പെടുന്നത് മുസ്ലിമീങ്ങളെയാ ആ വിളിക്ക് ഉത്തരം ചെയ്ത് പള്ളിയിൽ വരാത്ത മുസ്ലിമിന്റെ കഴുത്ത് പിടിച്ചു ഞെരുക്കാൻ അവന്റെ നെറ്റിയിൽ കൊത്താൻ സൃഷ്ടിച്ച റബ്ബിന് അവന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ച് ജീവിക്കുമ്പോ നന്ദി ചെയ്യാത്ത മുസ്ലിമിന്റെ കബറിൽ കൂടെ കിടക്കാൻ ഞാനുണ്ട് സഹാബ മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതിയിട്ട് പടച്ച റബ്ബിന്റെ ശിക്ഷകളെ കുറിച്ച് താക്കീതുകളെ കുറിച്ച് സുവിശേഷങ്ങളെ കുറിച്ച് ബോധമുള്ള പണ്ഡിതന്മാര് ഉപദേശങ്ങൾ നൽകുമ്പോ ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല ഉപദേശങ്ങൾ വേണ്ട വഅദ് പറയണ്ട ഞങ്ങളെ നന്നാക്കണ്ട നിലപാടോടുകൂടി ധിക്കരിക്കുന്ന ധിക്കാരികളായ ആളുകളെ കബറിൽ കൂടെ കിടക്കാൻ അവരെ വള കഴുത്തി പിടിച്ചു ഞെരുക്കാൻ ഞാനുണ്ട് സ്വഹാബ വേണമെങ്കിൽ മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തോ മറവ് ചെയ്തോ ഇറങ്ങാൻ കഴിയില്ല എന്നെ തല്ലാനും കൊല്ലാനും നിങ്ങൾക്ക് സാധ്യമല്ല ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ ആ മയ്യിത്ത് സർപ്പത്തോടുകൂടി കഫൻ ചെയ്ത് മറവ് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മത്തിനെ പാടെ അവഗണിക്കാതിരിക്കുമ്പോ ഒരു ഉമ്മത്തിനെ പരിഗണിക്കുമ്പോ ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ പരിഗണിക്കുമ്പോ അവർക്ക് റഹ്മത്ത് ചെയ്യുമ്പോ അവരോട് പടച്ച റബ്ബ് കരുണ ചെയ്യുമ്പോൾ ഇത്തരം അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമൊക്കെ കാണിച്ചു കൊടുക്കുന്നതാ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ ചെറിയ ചെറിയ പനിഷ്മെന്റുകളൊക്കെ പടച്ച റബ്ബ് ആളുകൾക്ക് തിരിച്ചു വരാൻ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ തിരുത്തുന്നവർക്ക് തിരുത്താൻ റബ്ബ് കാണിച്ചു കൊടുക്കുന്നതാണ് പാടെ റബ്ബങ്ങ് അവഗണിച്ചാൽ വലാലത്തുദ്ദേശിച്ചാൽ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ പടച്ച റബ്ബ് പിന്നീട് കാണിക്കുകയില്ല മുഹമ്മദുർ റസൂലുള്ളാഹ് ഉമ്മത്തിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കും അത് പാടെ അല്ലാഹ് അവഗണിച്ചാൽ അത്തരം തിരുത്താൻ റബ്ബ് അവസരം നൽകുകയില്ല അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ